ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വേഗത്തിലാക്കിയ SIT. കേസിലെ രണ്ടാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യും. ഇന്നോ നാളെയോ അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനം. ഇതിനിടെ 2019 ദേവസ്വം ബോർഡ് മിനിറ്റ്സ് രേഖ SIT പിടിച്ചെടുത്തു. ക്രിമിനൽ ഗൂഢാലോചന സമഗ്രമായി അന്വേഷിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം വന്നതിന് തൊട്ടുപിന്നാലെയാണ് SITയുടെ നീക്കം. ദ്വാരപാലകപാളികളിലെ സ്വർണം കവർച്ച ചെയ്തെന്ന കേസിൽ രണ്ടാം പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനാണ് SIT ഒരുങ്ങുന്നത്. നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടെന്നും നേരിട്ട് അറസ്റ്റ് ചെയ്താൽ മതിയെന്നുമാണ് തീരുമാനം. തുടർന്ന് മറ്റു പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളും വേഗത്തിലാക്കും. പോറ്റിയുടെ അടുത്ത സുഹൃത്തായ അനന്തസുബ്രഹ്മണ്യത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനും തീരുമാനിച്ചു. ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നതിന് മുൻപ് തന്നെ കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2019 മിനിറ്റ്സ് ബുക്ക് SIT പിടിച്ചെടുത്തു. പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം ഉൾപ്പെട്ട മിനിറ്റ്സ് ബുക്കാണ് ദേവസ്വം ബോർഡ് സ്ഥാനത്തെത്തി പിടിച്ചെടുത്തത്. കൂടുതൽ രേഖകളും പരിശോധിക്കുന്നുണ്ട്. 2025 രേഖകൾ കൂടി ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ദേവസ്വം ബോർഡ് അധികൃതരുടെയും ഭാരവാഹികളുടെയും പങ്ക് അന്വേഷിക്കാനാണ് SIT തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം കസ്റ്റഡി കാലാവധി കഴിയും മുൻപേ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തേക്ക് തെളിവെടുപ്പിന് പോകാനാണ് ആലോചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.